ഹായ്, ഞാൻ ഐസക് ഫ്രാൻസിസ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ആമസോൺ എക്സ്പെഡിഷൻ ടൂർ സാന്റ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പതിനാറ് നൈറ്റും 17 ദിവസവുമാണ് ഈ ടൂറുള്ളത്. ഈ ആമസോൺ എക്സ്പെഡിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അതെന്താ അതിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യം. എക്സ്പെഡിഷൻ എന്നുള്ള വാക്ക് ഇന്ന് കോമൺ ആണ്. കാരണം അന്റാർട്ടിക്ക എക്സ്പെഡിഷൻ ഒരുപാട് ഏജൻറ്റ്സ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. 2 തരത്തിൽ പോകാൻ സാധിക്കും. ഒന്ന്, ആഡംബര കപ്പലിൽ 14 നൈറ്റും 15 ദിവസം നീളുന്ന കപ്പൽ യാത്ര ചെയ്തുകൊണ്ട് അവർ പോയി പാരഡൈസ് ഐലൻഡും എലിഫൻ്റ് ഐലൻഡും എല്ലാം നമ്മൾ കണ്ടുകൊണ്ട് തിരിച്ചു വരുന്ന ക്രൂസും. മറ്റൊന്ന് എക്സ്പെഡിഷൻ ക്രൂസ്, അവിടേക്ക് ചെന്ന് അവിടെ ഇറങ്ങി നമുക്ക് അന്റാർട്ടിക്ക എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്നൊരവസരം. ഈ കേരളത്തിൽ നിന്ന് 2016 ആദ്യമായിട്ട് ഞാനാണ് അന്റാർട്ടിക്ക ക്രൂസുമായിട്ട് യാത്ര ചെയ്തത്. ഈ ആമസോൺ എക്സ്പെഡിഷൻ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. കാരണം ആമസോൺ റിവറിനെയും കാടുകളെയും അടുത്തറിയാൻ കിട്ടുന്ന വളരെ നല്ലൊരു അവസരം. മനൗസ് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് ചെന്ന്, മനൗസ് വളരെ ഫേമസ് സിറ്റി തന്നെയാണ്. ആദ്യകാലങ്ങളിൽ റബ്ബർ ബൂം സമയത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് തന്നെ ലാറ്റിൻ അമേരിക്കയിലെ പാരീസ് എന്നൊക്കെയായിരുന്നു. ഈ മനൗസ് സിറ്റിയിൽ നിന്ന് നമ്മൾ 4 നൈറ്റും 5 ദിവസവും നീളുന്ന അതിമനോഹരമായ 5 സ്റ്റാർ റേറ്റഡ് ഒരു ക്രൂസിലാണ് യാത്ര ചെയ്തത്. ആമസോൺ റിവറിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിൽ പിരാന ഫിഷിങ്ങിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ ആമസോൺ വില്ലേജുകളിലേക്ക് ചെന്ന് അവരുടെ ട്രൈബൽ ഡാൻസുകളും അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം കാണാൻ കിട്ടുന്നൊരു അവസരമുണ്ട്. പിങ്ക് ഡോൾഫിനെ വാച്ച് ചെയ്യാം. പിന്നെ നമുക്കറിയാം ആമസോൺ കാടുകളിലൂടെ പോകുമ്പോൾ സൂര്യോദയവും സൂര്യാസ്തമയവും എല്ലാം കാണാനുള്ള വളരെ നല്ല അവസരമുണ്ട്. ഇപ്പോൾ സൂര്യോദയം സൂര്യാസ്തമയം എന്നൊക്കെ പറയുമ്പോൾ അതെന്താ എല്ലാ ദിവസവും ഉള്ളതെന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ആമസോൺ കാടുകൾ, ഗ്രീൻ എൻവയോൺമെൻറ്റിൽ ഉള്ള ഈ കാടുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ റിവറിലൂടെ പോകുന്ന സമയത്ത് കാണുന്ന വളരെ പീസ്ഫുള്ളായിട്ട് കാണാൻ കിട്ടുന്ന ഒരു സുവർണ അവസരം കൂടിയിട്ടാണ്. ഈ ഒരു ലക്ഷറി ഒരു ക്രൂസ് ആദ്യമായിട്ടാണ് ഒരു ഗ്രൂപ്പായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ. ഇത് കഴിഞ്ഞ് നമ്മൾ മനൗസ് സിറ്റിയിലേക്ക് എത്തും. നമ്മൾ 4 നൈറ്റ് ക്രൂസിലാണെങ്കിൽ 1 നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് മനൗസ് തന്നെയാണ്. അനക്കോണ്ടയും ജാഗൂറിനെയും ഒക്കെ കാണാനായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള മനൗസ് സൂ ഉണ്ട്, നമ്മൾ അതും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 നൈറ്റ് 6 ദിവസമാണ് കംപ്ലീറ്റ്ലി നമ്മൾ ആമസോണിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ ടൂറിൽ 4 രാജ്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന് പസഫിക് കോസ്റ്റിലുള്ള പെറു, കൊളംബിയയും അറ്റ്ലാന്റിക് കോസ്റ്റിലുള്ള ബ്രസീലും അർജന്റീനയും. മനൗസ് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. ഇതുകൂടാതെ ലോക മഹാത്ഭുതങ്ങളായിട്ടുള്ള 3 അട്രാക്ഷൻസ് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യനിർമ്മിതമായ ഇൻക സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മാച്ചു പിച്ചു പെറുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന്, റയോ ഡി ജനീറോയിൽ ക്രൈസ്റ്റ് റിഡീമർ, ജീസസ് ക്രൈസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്റ്റാച്യു. മൂന്നാമത്തെ, പ്രകൃതിയുടെ നാച്ചുറൽ വണ്ടർ ആയിട്ടുള്ള ഇഗാസു വാട്ടർഫോൾ. ബ്രസീലിലും അർജന്റീനയിലുമായിട്ട് നിൽക്കുന്ന ഈ വാട്ടർഫോൾ അതിമനോഹരമാണ്. ഈ വാട്ടർഫോളിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നയഗ്ര വാട്ടർഫോൾ. 3 വാട്ടർഫോൾ കൂടി ചേർന്നതാണ് നയഗ്ര വാട്ടർഫോൾ. ഈ ഒരു വാട്ടർഫോളിൻ്റെ പ്രത്യേകത 275 വാട്ടർഫോൾസ് ആണ് നമുക്ക് ബ്രസീലിയൻ സൈഡിൽ വാക്കിംഗ് ട്രെയിലിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ അർജന്റീനിയൻ സൈഡിൽ ചെന്നിട്ട് ഈ വെള്ളം മുഴുവൻ ചെന്ന് എത്തുന്നത് ഒരു ഡെവിൾസ് ത്രോട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന വളരെയധികം അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോളിൻ്റെ സൈഡാണ് അർജന്റീനിയൻ സൈഡിലുള്ളത്. ഇഗാസു വാട്ടർഫോൾ കഴിഞ്ഞിട്ട് നമുക്കൊരു മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ പരാഗ്വേയും ബ്രസീലും അർജന്റീനയും കൂടിച്ചേരുന്ന ഒരു ട്രയാങ്കുലർ ഒരു സ്പോട്ട് എന്ന് പറയാൻ പറ്റുന്നതാണ് പരാന റിവറിൻ്റെ അവിടെയുള്ള 3 ഫ്രോണ്ടിയേഴ്സ്. ഈ 3 രാജ്യങ്ങളുടെയും ലാൻഡ് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ പ്രധാന സിറ്റി ആയിട്ടുള്ള പെറുവിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് സിറ്റി ഈജിപ്തിലെ കെയ്റോ ആണെങ്കിൽ ലിമയാണ് 2ാമതുള്ള ഡെസേർട്ട് സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന കുസ്കോ എന്ന് പറഞ്ഞ എയർപോർട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് എടുത്ത് ചെന്ന് അവിടെ നിന്ന് ഒരു ട്രെയിൻ എടുത്തിട്ട്, സീനിക് ട്രെയിൻ എടുത്തിട്ടാണ് മാച്ചു പിച്ചു, മഹാത്ഭുതമായിട്ടുള്ള മാച്ചു പിച്ചു കാണാനായിട്ട് പോകുന്നത് ഒരു സീനിക് ട്രെയിനിലാണ്. അവിടെ നിന്ന് നമ്മൾ ഫ്ലൈ ചെയ്ത് കൊളംബിയയിലേക്ക് പോയി കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ടയിൽ നമ്മൾ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യും. ബൊഗോട്ടയിൽ നിന്ന് ലാറ്റിൻ അമേരിക്കയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള സിറ്റി എന്നറിയപ്പെടുന്ന റയോ ഡി ജനീറോ, കൊപ്പകബാന ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള സിറ്റി. അവിടെ നിന്ന് ഒരു ട്രെയിൻ എടുത്ത് കൊർക്കവോഡ് മൗണ്ടൻ്റെ മുകളിലേക്ക് പോയി യാത്ര ചെയ്തിട്ടാണ് ക്രൈസ്റ്റ് റിഡീമർ നമ്മൾ കാണുന്നത്.
പിന്നെ ഷുഗർ ലോഫ് മൗണ്ടൻ എന്ന് പറയുന്ന 2 മൗണ്ടൻ പീക്കുകൾ കേബിൾ കാർ വഴി നമുക്ക് ആക്സസ് ചെയ്ത് റൈഡ് ജനീറോയുടെ കംപ്ലീറ്റ്ലി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മരക്കാന സ്റ്റേഡിയം കാണാനായിട്ടൊരു അവസരമുണ്ട്. നമ്മൾ താമസിക്കുന്നതും കൊപ്പകബാന ബീച്ചിൻ്റെ വളരെ അടുത്ത് തന്നെ, ജസ്റ്റ് ഓപ്പോസിറ്റ് കൊപ്പകബാന ബീച്ചിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലുള്ള ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ അർജന്റീനയിലേക്ക് എത്തിക്കഴിഞ്ഞ് ബോണസ് ഐറസിലേക്കാണ് വരുന്നത്. അതിൻ്റെ തലസ്ഥാനമായ ബോണസ് ഐറസ്. ബോണസ് ഐറസ് സ്ഥിതി ചെയ്യുന്നത് ലാപ്ലാത്ത റിവറിൻ്റെ അടുത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഓൾഡ് കൊളോണിയൽ ബിൽഡിങ്സും ബാക്കി ആർക്കിടെക്ചറൽ സ്റ്റൈലും എല്ലാം നമുക്ക് കാണാനായിട്ടുള്ളൊരു അവസരമുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്കറിയാം, ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളിൻ്റെ ഇതിഹാസ താരമായിട്ടുള്ള മറഡോണയുടെ വീട് കാണാനുള്ളൊരു അവസരമൊക്കെ ഈ ഒരു ടൂറിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തിയേറ്റർ ഷോ, റഫൈൻ ഷോ എന്നറിയപ്പെടുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഡാൻസുകൾ കോർത്തിണക്കിയിട്ടുള്ള, ഇപ്പോൾ അർജന്റീനയുടെ ടാങ്കോ, അതുപോലെ ബ്രസീലിയൻ സാംബ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡാൻസ് ഷോ ആണ് റഫൈൻ ഷോ. അപ്പോൾ ഈ 16 നൈറ്റ്സും 17 ഡേയ്സും ഉള്ള ആമസോൺ എക്സ്പെഡിഷൻ ബൈ സാന്റ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് ആരും തന്നെ മിസ് ചെയ്യരുത്. സൗത്ത് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിൽ നിന്നും ഡിപ്പാർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നിച്ച് ഇത് എക്സ്പ്ലോർ ചെയ്യാം. താങ്ക് യു.